അവളൊട്ടുള്ള കൂട്ടം നിർത്തുന്നില്ല. അവളൊരു പാവ. പാവം. അവള് രാവിലെ എന്നോട് കാണിച്ചതെന്ന് നിനക്കറിയാവോ? അറിയാം, എനിക്കെല്ലാം അറിയാം. എന്നോടെല്ലാം ദിയ പറഞ്ഞു. എനിക്കത് വലിയ തെറ്റായിട്ടൊന്നും തോന്നുന്നില്ല. പറഞ്ഞു വന്നാ ഇച്ചാന്റെ ഭാഗത്തും തെറ്റുണ്ടല്ലോ. ഇച്ചാൻ അവളൊന്ന് വീഴാൻ പോയി പിടിക്കാൻ പാടില്ലായിരുന്നു. അത്ര ആൾക്കാരുടെ മുമ്പിൽ അലച്ചും കെട്ടി വീഴുമ്പോൾ ഞാനാണെങ്കിൽ ഇങ്ങനെയൊക്കെ പ്രതികരിക്കുള്ളൂ. ഓ, പുതിയ കൂട്ടുകാരനെ കിട്ടിയപ്പോ എന്റെ വാക്ക് നിനക്ക് വിലപ്പോകാതെയായി. കൊള്ളാം. വാക്ക് കേൾക്കാത്തതുകൊണ്ടൊന്നും അല്ല. ഞാൻ നോക്കിയപ്പോ എനിക്ക് വലിയ തെറ്റായിട്ടൊന്നും തോന്നില്ല. പിന്നെ ഇച്ചായനായിട്ടല്ലേ വഴക്ക്, ഇച്ചായനല്ലേ ദേഷ്യവും. അതിപ്പോ എൻ്റെ അടുത്ത് പറയേണ്ട കാര്യം എന്താ? ഞാനായിട്ട് പ്രശ്നമില്ലാത്തതുകൊണ്ട് ഞാൻ അവളോട് മിണ്ടും. ആ, നീ എന്താന്ന് വെച്ചാൽ കാണിക്കേ. പക്ഷെ ഞാൻ അവളോട് ക്ഷമിക്കില്ല. നീ പറഞ്ഞല്ലോ അത്ര ആൾക്കാരുടെ മുമ്പ് വെച്ച് അവൾ വീഴുമ്പോൾ അവൾ അങ്ങനെയൊക്കെ പ്രതികരിക്കുള്ളൂ എന്ന്. അപ്പൊ ഒരു സാറെന്ന നിലയിൽ അവൾ അത്ര ആൾക്കാരുടെ മുമ്പ് വെച്ച് എന്നെ അപമാനിച്ചതൊന്നും കുഴപ്പമില്ലേ. നീ മിണ്ടോ മിണ്ടാണ്ടിരിക്കുക എന്തോ ചെയ്യൂ. പക്ഷെ ഞാൻ അവളെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. ആ, വീട്ടിൽ പോവാം. ശരി. ഇച്ചായ, എന്താ എന്തോ കാര്യം സാധിക്കാനുണ്ടല്ലോ? ഏ അങ്ങനെയൊന്നുമില്ല. അതെ, കോളേജ് നടന്നൊന്നും വീട്ടിൽ പറയല്ലേ. മമ്മി അറിഞ്ഞ എന്നെ വഴക്ക് പറയോ ഇച്ചായ, അതുകൊണ്ടാ. ആ, ഞാനൊന്ന് ആലോചിക്കട്ടെ. അയ്യോ, അങ്ങനെ പറയല്ലേ. ആലോചിക്കാനൊന്നും പറയല്ലേ. ഒന്ന് പറയാണ്ടിരിക്കോ? ഇപ്പൊ ഞാനിത് പറയാണ്ടിരുന്ന ഇനിയും നീ ഇത് തുടരും. ഇനി എങ്ങാനും ഇത് പപ്പയുടെ മമ്മിയുടെ ചെവിയിലെത്തിയ പിന്നെ ഞാൻ എന്താ പറയാത്തെന്നായിരിക്കും അടുത്ത വച്ചം. അത് ഞാൻ തന്നെ കേൾക്കണം. നിനക്ക് അതും കേൾക്കേണ്ട വരില്ല. നിന്നെ നോക്കാൻ എന്നെയാണോ ഏൽപ്പിച്ചേക്കണേ. അപ്പൊ പറയേണ്ടത് എന്റെ ഒരു ഉത്തരവാദിത്വമല്ലേ. അപ്പൊ ഞാൻ പറയും. അയ്യോ ചായ, അങ്ങനെ പറയല്ലേ. ഞാൻ ഇനി നോക്കിക്കോളാം, നന്നായിക്കോളാം. ഞാൻ ഇനി ഒച്ചപ്പാടും വളച്ചിലൊന്നും പോവില്ല. ഒന്ന് പറയാണ്ടിരിക്കോ? ഓ പിന്നെ, എനിക്ക് നിന്റെ വാക്കിൽ തീരെ വിശ്വാസമില്ല. നീ ഇതിപ്പൊ പറയും. നിന്റെ കാര്യം കഴിയുമ്പോ അല്ലെങ്കിൽ നിനക്ക് എന്തെങ്കിലും കാര്യം വന്ന് ദേഷ്യം വന്നാ പിന്നെ നീ പറയണ നീയേ അല്ല. പിന്നെ നിനക്ക് എന്ത് തോന്നുന്നു അതല്ല നീ വെട്ടി തുറന്നു പറയും. അവിടെ നിന്റെ വാക്കിൽ എനിക്ക് വിശ്വാസമൊന്നുമില്ല. പിന്നെ പറയാതിരിക്കാം. ആ, അത്രേ മതി. പറയാണ്ടിരുന്നാ മതി. ഞാൻ ഇനി നോക്കിക്കോളാം. മമ്മിയേ, മമ്മി മമ്മി മമ്മി. ഓ, മീൻകാരി വിളിക്കും പോലെ കിടന്ന് അലറുവാ. എന്ത് പെണ്ണേ നിനക്ക്? എനിക്ക് വിശക്കണം. എന്തെങ്കിലും തിന്നാനെടുക്ക്. വിശപ്പൊക്കെ അവിടെ നിൽക്കട്ടെ, പോയി കുളിച്ചിട്ട് വാടി. ഓ പിന്നെ, കുളിച്ചിട്ട് ഫുഡ് കഴിക്കണം ആചാരമൊന്നുമില്ലല്ലോ. ആദ്യം ഫുഡ്, അത് കഴിഞ്ഞിട്ട് എന്തോ ഉള്ളൂ. പോയി എടുക്ക്. മോളെ കുക്കി. എന്ത് മമ്മി, എന്താ കാര്യം? കോളേജിൽ പോയിട്ട് എങ്ങനെ ഉണ്ടായി? അവിടെ കുഴപ്പങ്ങളും എല്ലാം ഉണ്ടാക്കിയോ? നീ നല്ല കുട്ടിയായിട്ട് ഇരുന്നില്ലേ? നല്ല കുട്ടിയായിട്ട് ഇരുന്നോന്നോ? അമ്മയുടെ മോളായിരുന്നു അടുത്ത് ഗുഡ് ഗേൾ. ഞാൻ നല്ല കുട്ടിയായിട്ടാ രാവിലെ മുതൽ വൈകിട്ട് വരെ ക്ലാസ് എഴുതാൻ ഒരക്ഷരം പോലും മിണ്ടിയില്ല. എന്റെ മോളുടെ പറച്ചില് കേട്ടാലേ പറയുമ്പോൾ നല്ല കുട്ടിയായിട്ടായിരുന്നേന്ന്. ഓ എടി, ഒന്നും മിണ്ടാണ്ടിരിക്കുക. ഇപ്പൊ ഞാൻ പറയേണ്ട കാര്യം ഉണ്ടാവില്ല. നീ തന്നെയായിട്ട് എല്ലാം പറഞ്ഞു കൊടുക്കുന്ന അവസ്ഥയാണല്ലോ. ഓ, കുറച്ചോറായി പോയല്ലേ? കുറച്ചല്ല, കുറച്ചധികം. നീ തീവായി ഒന്ന് അടച്ചു വെക്കും. പക്ഷെ അങ്ങനെയല്ലേ ചേ, ഞാൻ പറഞ്ഞ സത്യ. ഞാൻ ക്ലാസ്സിൽ മിണ്ടാണ്ടിരിക്കായിരുന്നു. അയാളെ കണ്ടതേ എന്റെ കിളി മൊത്തം പോയിരിക്കുക. ഞാൻ മിണ്ടിയില്ല, കാര്യമായിട്ടും പറഞ്ഞതാ. എന്നാ അത് പോയി മമ്മിയുടെ അടുത്ത് പറഞ്ഞു. ഞാൻ പോവാ. ഇച്ചായ എന്താ രണ്ടും അടുത്തടി തുടങ്ങുവാണോ? പോയി കുളിച്ചേച്ചോ രണ്ടും, ചായ കുടിക്കണമെങ്കിൽ. ഇനിയും നീ ഇവിടെ നിന്നാ മമ്മി സീനാക്കും. വേഗം പോയി കുളിച്ചോ. ഓ, അപ്പൊ കുളിക്കാണ്ട് എനിക്ക് ചായ തരില്ല എന്നാണല്ലേ? ആ, ഇപ്പൊ ചായക്ക് വേണ്ടി കുളിക്കേണ്ട അവസ്ഥയാ. മമ്മി, ഞങ്ങൾ എത്തി. ആ, വന്നു. പ്രൊഫസറിന്റെ സ്റ്റുഡന്റിന്റെ ഫസ്റ്റ് ഡേ എങ്ങനെയുണ്ടായിരുന്നു? എന്റെ കാര്യമാണെങ്കിൽ അടിപൊളിയായിരുന്നു. പക്ഷേ ഇച്ചായന്റെ ഫേസ് കാണുമ്പോഴത്തേക്കും മമ്മിക്ക് മനസ്സിലാവും ഇച്ചായന്റെ ഡേ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. ഇന്ന് പപ്പ നേരത്തെ വന്നായിരുന്നോ? കണ്ട മമ്മി, മമ്മി കാര്യം തിരക്കെന്ന് വിചാരിച്ച് ഇച്ചായൻ അപ്പം തന്നെ റൂട്ട് മാറ്റി വിടുക. എന്നാലും പപ്പ എന്തെന്ന് നേരത്തെ? പപ്പയ്ക്ക് ഉച്ച കഴിഞ്ഞുള്ള മീറ്റിംഗ് മാറ്റി വെച്ചു. അതുകൊണ്ട് പിന്നെ നേരത്തെ അങ്ങ് പോരാന്ന് വിചാരിച്ചു. അതാ വന്നെ. അതൊക്കെ വിട്. ഇന്ന് എന്റെ മോന്റെ ഡേക്ക് എന്താ പറ്റി? ആ കാര്യം പറ. കാര്യമോ? ഞാൻ പറയാം. ഇപ്പൊ അതിന്റെ പേരിൽ ഇച്ചായനാണെങ്കിൽ എന്നോട് പോലും സമ്മതിക്കുന്നില്ല കുക്കിയോട് സംസാരിക്കാൻ. പിന്നെ ഞാൻ പറഞ്ഞു, ഞാനൊരു കാര്യം ചെയ്യാത്ത, ഞാൻ അവൾക്കൊരു ഉപദ്രവം ചെയ്തില്ല, അവൾ എനിക്കൊരു ഉപദ്രവം ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ മിണ്ടുമെന്ന് പറഞ്ഞു. പക്ഷേ ഇച്ചായൻ നല്ല കലിപ്പില്ല അവളോട്, വല്ലതും ചെയ്ത് കളയാ അവളെ. ആ, അതങ്ങ് വിടും മോനെ. ആ കൊച്ചറിയാണ്ട് ചെയ്തതല്ലേ, അങ്ങ് വിട്ടുകളാ. ഒന്നുമില്ലെങ്കിലും നീ അവരുടെ പ്രൊഫസറല്ലേ. അപ്പൊ തെറ്റിദ്ധരിച്ചതാണല്ലോ. അത് നിനക്കും അറിയാം, അവർക്കും അറിയാം. അതുകൊണ്ട് നമുക്ക് ക്ഷമിക്കേ. എടാ മോനെ, നീ എന്തിൽ സങ്കടപ്പെടുകയും ദേഷ്യപ്പെടുകയല്ല ചെയ്യേണ്ടത്, നീ സന്തോഷിക്കുകയല്ലേ ചെയ്യേണ്ടത്. അവൾ നിന്നെ തെറ്റിദ്ധരിക്കാൻ കാരണം എന്താ? നിന്നെ കണ്ടിട്ട് ഒരു പഠിക്കുന്ന കുട്ടിയായിട്ട് തോന്നണ്ടല്ലേ? അപ്പോൾ നീ ഒരു ചുള്ളൻ ചെറുക്കനെന്ന് വിചാരിച്ചിട്ടല്ലേ അങ്ങനെ ചോദിച്ചത്.
അപ്പൊ നീ ഇതിൽ അഭിമാനിക്കല്ലേടാ ചെയ്യണ്ടേ? ആ, അത് മമ്മി പറഞ്ഞ ശരിയാ. കണ്ടിട്ടൊരു സ്റ്റുഡൻ്റ് ആയിട്ട് തോന്നിയിട്ടാണല്ലോ അവൾ അങ്ങനെ ബിഹേവ് ചെയ്തത്. സാറാന്ന് പറഞ്ഞ അവൾ എന്തായാലും അങ്ങനെ ബിഹേവ് ചെയ്യില്ല. ഈ ചേട്ടനപ്പോൾ സാറായിട്ടും തോന്നിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ചുമ്മാ അങ്ങ് അവളുടെ ക്യാരക്ടർ അങ്ങനെ എല്ലാവരോടും ഭയങ്കര കാര്യമായിട്ട് മിണ്ടിയും അങ്ങനെ 8 ദിവസം കൊണ്ട് തന്നെ എനിക്ക് അവളുടെ ക്യാരക്ടർ ഏകദേശം മനസ്സിലായി. ഭയങ്കര എൻജോയ്മെൻറ്റിൽ നടക്കുന്ന ഒരു കുട്ടി. അപ്പോൾ ജസ്റ്റ് അങ്ങനെ ആൾക്കാരുടെ മുമ്പിൽ വെച്ച് കണ്ടപ്പോൾ ഉണ്ടായ ഒരു ബുദ്ധിമുട്ടോട് ചിലപ്പോൾ അങ്ങനെ പറഞ്ഞതായിരിക്കും. പക്ഷെ സാറാന്ന് പറഞ്ഞാൽ പറയില്ലോ. ഓ മതി അവളുടെ മേന്മ പറഞ്ഞത്. ആ പിന്നെ മമ്മി, കച്ചവടമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്ന് മുതൽ ക്ലാസ് തുടങ്ങിയ കാരണം എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് സൂപ്പർ മാർക്കറ്റിന് മേൽനോട്ടൊന്നും അങ്ങ് നോക്കാൻ പറ്റുന്നില്ല. സാറില്ല, എന്തെങ്കിലുമൊക്കെ പറ്റുമല്ലോ, ഫ്രീ ഡേ ഒക്കെ കിട്ടുമല്ലോ, ക്ലാസ് ഇല്ലാത്ത ദിവസമോ സൺഡേയോ അങ്ങനെയൊക്കെ. അപ്പം ഏതെങ്കിലും ദിവസം ഞാൻ വരാം. ഓ വേണമെന്നില്ല, നീ ഇന്ന് വരാത്ത കാരണം അവിടുത്തെ ചോക്ലേറ്റ്സും സ്നാക്സും ഐസ്ക്രീംസും ഒക്കെ അങ്ങനെ തന്നെ ഇരിപ്പുണ്ട്. നീ വന്നായിരുന്നെങ്കിൽ ഇന്നും നീ അല്ലേ പതിവ് തീർത്തേനെ. അല്ലേ തന്നെ ഞാനിവിടെ വന്നിട്ട് ഇപ്പോൾ സൂപ്പർ മാർക്കറ്റ് തുടങ്ങി പകപ്പാടെ കുറച്ച് നാളെ ആകുന്നുള്ളൂ. അതിനുള്ളിൽ നീ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അത് മുട്ടിച്ചേനെ. പിന്നെ എങ്ങനെയെങ്കിലും ഞാൻ ഇന്ന് പോവാതിരിക്കാൻ നിങ്ങളുടെ പപ്പ നോക്കിയത്. പിന്നെ എൻ്റെ വാശിപ്പുറത്താണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒന്നും തുടങ്ങിയത്. എത്ര നാളെന്നും പറഞ്ഞാൽ ഞാനിങ്ങനെ വീട്ടിൽ കുത്തിയിരിക്കണേ. ഇപ്പം നിങ്ങളും പോയി, ഇത്രയും നാൾ വെക്കേഷൻ ആയിരുന്നല്ലോ, ക്ലാസ് തുടങ്ങി നിങ്ങളും പോയി, പിന്നെ ഞാൻ തന്നെ വീട്ടിലുള്ളൂ. ആ നാട്ടിൽ വന്നുകൊണ്ട് മമ്മിയുടെ സൂപ്പർ മാർക്കറ്റ് തുടങ്ങണമെന്നുള്ള ആഗ്രഹം നടന്നല്ലോ. ആ അതൊക്കെ വിട്, നിങ്ങൾ പോയി ഫ്രഷ് ആയിട്ട് വാ, ഞാൻ ചായ എടുത്ത് വെക്കാം. ഇവിടെയൊന്നും കാണാനില്ലല്ലോ. മമ്മി മമ്മി, എൻ്റെ ബനാന മിൽക്ക് എന്തിയേ? ഓ അവിടെ വല്ലതും കാണും പെണ്ണേ, നോക്ക്. ഇവിടെ ഒന്നും ഇല്ല. നീ അവനോട് പോയി ചോദിക്കാം, അവൻ കുറച്ച് മുമ്പ് ഇതിലേ പോണ ഉണ്ടായിരുന്നു. ആഹാ, എന്നെ സംശയിക്കണ്ട, ഇച്ചേ തന്നെ അതെടുത്തത്. ടാ, നീ എൻ്റെ ബനാന മിൽക്ക് എടുത്തോടാ. ബനാന മിൽക്കോ? ഞാൻ കണ്ടില്ലല്ലോ. നീ നുണ പറയണ്ട, നിന്റെ മട്ടും ഭാവം കണ്ടവേ നീ തന്നെ അതെടുത്തേന്ന്. ആ ഞാൻ തന്നെ അതെടുത്ത് കുടിച്ചു. എനിക്ക് കുടിക്കാൻ തോന്നി, ഞാൻ എടുത്ത് കുടിച്ചു. അതിനിപ്പോ എന്താ? എടാ നാണുണ്ടോടാ നിനക്ക് എന്റെ ബനാന മിൽക്ക് കട്ട് കുടിക്കാൻ? ഓ പിന്നെ എനിക്ക് കുടിക്കാൻ തോന്നി, ഞാൻ എടുത്ത് കുടിച്ചു. എനിക്ക് നാണോ മാനോ നോക്കേണ്ട കാര്യമൊന്നുമില്ല. നീ ഒന്ന് പോയ കുക്കി, എനിക്ക് വേറെ പണിയുണ്ട്. എടുത്തു കുടിച്ചതും പോരാ, എന്നിട്ട് എന്നെ മരിക്കാൻ വന്നോ? നീ ഇപ്പൊ നിന്റെ പണി തൽക്കാലം ചെയ്യണ്ട. കുക്കി കളിക്കേണ്ട മര്യാദക്ക് പോയേ. പോയില്ലെങ്കിൽ നീ എന്ത് ചെയ്യും? ഇവിടെ നിന്ന് ഞാൻ ഓ എന്റെ കർത്താവേ, ഇങ്ങനെ രണ്ടെണ്ണം കണ്ണ് തെറ്റി അപ്പ അടിയാ. എന്ത് കുക്കി നിനക്ക്? ബനാന മിൽക്കിന് വേണ്ടിയാണെങ്കിൽ അടി ഉണ്ടാക്കണേ. നാളെ പപ്പ വരുമെന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. വേണമെങ്കിൽ പപ്പയോട് പറ വെറുതെ ഇവിടെ കിടന്ന് അടി ഉണ്ടാക്കാൻ. കുക്കി ഇവിടെ നിന്ന് മുങ്ങുന്നതാ നല്ലത്. ഇല്ലെങ്കിൽ മമ്മി നമ്മൾ വല്ലതും ചെയ്യും. ആ ബായ് ചേ, നമുക്ക് പോവാം. ഓ എന്തിന്റെ കുഞ്ഞുങ്ങളാണോ എന്തോ. ഓ ഞങ്ങൾ തന്നെയല്ലേ. ഞാനെന്നാ പോയി പപ്പേനെ വിളിച്ചു പറയട്ടെ, നാളെ എനിക്ക് വരുമ്പോൾ ബനാന മിൽക്ക് മേടിച്ചോണ്ടേ. ഇനി എന്നോട് എങ്ങനെ ചോദിക്കണ്ടേ, ബനാന മിൽക്ക് എടുത്ത് കുടിച്ചേക്കരുത്. ഓ അതിന് വലിയ ഗ്യാരണ്ടി ഒന്നുമില്ല, ചിലപ്പോൾ എടുത്ത് കുടിച്ചെന്ന് വരും. ഹലോ പപ്പേ. എന്താ ഒരു പതിവില്ലാത്തൊരു വിളി? പപ്പ നാളെ വരുമെന്ന് മമ്മി പറഞ്ഞു. വരുമ്പോഴേ എനിക്ക് ബനാന മിൽക്ക് മേടിച്ചോണ്ട് വന്നെ. എന്നെ ഉണ്ടായിരുന്ന ബനാന മിൽക്ക് കഴിച്ച് അതിനടുത്ത് കുടിച്ച്. എനിക്കിപ്പോൾ കുടിക്കാൻ ബനാന മിൽക്കില്ല, മറക്കാണ്ട് നാളെ വരുമ്പോൾ മേടിച്ചോണ്ട് വന്നെ. ഓ അപ്പൊ ഒരു അടിയും ബഹളവും കഴിഞ്ഞിട്ടുള്ള വിളിയാണ്. ഓ ഇത്ര പെട്ടെന്ന് മമ്മി അത് വിളിച്ച് പപ്പനോടും പറഞ്ഞാ? ഓ പിന്നെ അവിടെ വിളിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ നിങ്ങൾ ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയതല്ലല്ലോ. എനിക്കറിയാൻ പാടില്ല അവിടെ എന്താ ഇപ്പൊ നടന്നിട്ടുണ്ടാവുകയെന്നോ. ഓ അങ്ങനെയാണല്ലേ. എന്തായാലും പപ്പ നാളെ വരുമ്പോ എനിക്ക് ബനാന മിൽക്ക് മേടിച്ചോണ്ട് വന്നെ. ഇല്ല ഞാൻ സമ്മതിക്കൂല. ഓ മേടിച്ചോണ്ട് വരാവേ. പിന്നെ ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഓ വിളിക്കണ്ടായിരുന്നു. ഷോ ഇനിയിപ്പോ എന്താ പറയാ, ക്ലാസ് ഒന്നും കുഴപ്പമുണ്ടായിരുന്നില്ല പപ്പ, അടിപൊളിയായിരുന്നു. അത് കേട്ടാ മതി. എന്നാ പോയി കിടന്ന് ഇറങ്ങിക്കോ, നാളെ പോവാനുള്ളതല്ലേ. ശരി, ഗുഡ് നൈറ്റ്. ഓക്കെ പപ്പ, ഗുഡ് നൈറ്റ്. കുക്കി ഒന്ന് വാ, എന്തോരം നേരമായി.
10 മിനിറ്റ് കൊണ്ടുള്ളൂ ഇനി ക്ലാസ് തുടങ്ങാൻ. നിന്നെ കൊണ്ട് എന്ന് പോകാൻ തുടങ്ങിയോ അന്ന് മുതൽ വൈകും. 20 മിനിറ്റ് എങ്കിലും വേണം കഷ്ടിച്ച് അവിടെ എത്താൻ വേണ്ടി. കുക്കി കഴിച്ചേച്ച് പോടി. വേണ്ട മമ്മി, ടൈമില്ല, ഞാൻ കോളേജിൽ നിന്ന് ക്യാൻറ്റീനിൽ നിന്ന് കഴിച്ചോളാം. ദിയേ, ഇന്നെന്താ കുക്കി വരാത്തെ? ഇന്നലത്തെ വല്ല പ്രശ്നം കൊണ്ടാണോ? എനിക്കറിയില്ല, എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. ഇന്ന് വരാണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ചിലപ്പോൾ വല്ലതും വൈകിപ്പോയിട്ടായിരിക്കും, എത്തുമായിരിക്കും. സാർ മിക്കറ്റും അയ്യോ, ഇച്ചായ മിക്കവാറും ഒന്ന് അവിടെ നല്ല രീതിക്ക് വഴക്ക് പറയും. കിട്ടണ അവസരം ഒന്നും എന്തായാലും ചെയ്യാൻ പാഴാക്കാൻ പോണില്ല. എന്താണാവോ ഇത്ര നേരത്തെ? സോറി സാർ, ഇച്ചിരി ലേറ്റ് ആയിപ്പോയി. നാളെ മുതൽ നേരത്തെ എത്തിക്കോളാം. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. ഇതിന് റിപ്പീറ്റ് ചെയ്താൽ ഞാൻ ഇങ്ങനെ ആയിരിക്കില്ല പെരുമാറുന്നത്. ഓ താങ്ക് യു സാർ. നീ എന്താടി ഇന്ന് ഇത്ര ലേറ്റ് ആയേ? ആ, ഞങ്ങൾ വിചാരിച്ചു നീ ഇന്ന് വരില്ലായിരിക്കുമെന്ന്. ഓ എൻ്റെ പുള്ളി ഒന്നും പറയണ്ട, എനിക്കാനും വൈകിപ്പോയി. ഇച്ചാൻ്റെ വായിക്കണം കേട്ട് അയ്യോ ഓടി പിടിച്ചവിടെ വരെ വന്നേ. ആൻഡ്രിയ, തന്നെ കേറ്റിയത് അബദ്ധമായി പോയല്ലോ. ഇത്ര നേരം ഇവിടെ ഒരു കുഴപ്പമുണ്ടല്ലോ. താൻ വന്നുകൂടെ ഒച്ചപ്പാടും തുടങ്ങി. താനും തൽക്കാലം ഈ അവർ ക്ലാസ്സിൽ കയറണ്ട, ഇറങ്ങിക്കോ. അയ്യോ സാർ, അത് എക്സ്ക്യൂസ് ഒന്നും എനിക്ക് കേൾക്കണ്ട. ഗെറ്റ് ഔട്ട്. പഠിപ്പിച്ചു തുടങ്ങിയ ആ ദിവസം ഗംഭീരം. ഇറങ്ങിക്കോ. എന്നാ മേലെയാ വരുന്നേ? ആ അതേലോ, കുക്കിമോളെ ഇങ്ങോട്ട് വാ. ഓ, നിങ്ങൾ ഇന്ന് ക്ലാസ്സിൽ കയറിയില്ലേ? ഓ, ഞാൻ ഇനി 1 മണിക്കൂർ എങ്ങനെ തന്നെ ഇരിക്കുന്നു ആലോചിക്കായിരുന്നു. ആ എന്നാ ബാ ഇച്ചാ, എനിക്ക് വിശക്കണു, ബാ ക്യാൻറ്റീനിൽ പോവാം. നീ ഒന്നവിടെ നിന്നേ. എന്താ ഈ സമയത്ത് ഇതിലേ? അത് വൈകി വന്നോണ്ട് ആ കാലം അടനെ ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിട്ട്, അതാ. എന്തോ എങ്ങനെ? അല്ല, വർത്താനം പറഞ്ഞത് കൊണ്ട് അയാൾ ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിട്ടുവന്നു. ആ അങ്ങനെ പറ, എനിക്കറിയില്ല എന്റെ കുക്കീനെ. ആ ബാ, എനിക്ക് വിശക്കണു, ബാ ക്യാൻറ്റീനിൽ പോവാം. വിശക്കും. നേരത്തും കാലത്തും എണീക്കണം വല്ല തിന്നേച്ചു പോറണമെങ്കിൽ. നിനക്കിപ്പോ എനിക്ക് മേടിച്ചു തരാൻ പറ്റൂല്ലയോ? ഓ എന്റെ കുക്കി, നിനക്ക് ചെറുച്ചായ മേടിച്ചു തരാം. വെറുതെ ഇപ്പൊ ഒരു അടി ഉണ്ടാക്കല്ലേ. ബാ പോവാം. ഓഹോ, ക്ലാസ്സിൽ നിന്ന് ഇറക്കിട്ടപ്പോ ഇവിടെ വന്ന് കളിച്ചും ചിരിച്ചിരിക്കുകയാണോ? കൊള്ളാം. അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. ആൻഡ്രിയ, ഇങ്ങ് വന്നേ. ദേന്നമ്മേ, നിന്റെ കാലവാടം വിളിക്കുന്ന ചെല്ല്. എന്താ സാർ? തനിക്ക് കളിക്കാനും ചിരിക്കാനല്ല തന്നെ ഞാൻ ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിട്ടത്. ഇന്ന് താൻ ഇല്ലാത്തത് കാരണം ഇന്നത്തെ ക്ലാസ്സിലുള്ള പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും താൻ തൻ്റെ നോട്ട് പ്രിപ്പയർ ചെയ്ത് നാളെ എന്നെ കാണിച്ചിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതി. ഇല്ലെങ്കിൽ നാളെ തന്നെ ഞാൻ പുറത്തേക്കാക്കും. അയ്യോ സാർ, അതിന് ഞാൻ ഇന്ന് ക്ലാസ്സിൽ കയറില്ലല്ലോ. എനിക്കൊന്നും അറിയില്ല നോട്ട് പ്രിപ്പയർ ചെയ്യാൻ. അത് എൻ്റെ പ്രശ്നം കൊണ്ടല്ല, തൻ്റെ മിസ്റ്റേക്ക് കൊണ്ടാ. അതൊന്നും എനിക്കറിയണ്ട. നാളെ നോട്ട്സ് ഇല്ലാതെ താൻ ക്ലാസ്സിൽ വരണ്ട. ഓക്കെ, ശരി സാർ. എൻ്റെ മമ്മി ഇയാളിപ്പം എന്നെ കൊല്ലൂലോ. അവസരം വരട്ടെ, ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്.